ഹലോ. നമ്മുടെ അമ്പാടിക്കുട്ടൻ കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. ആരെയെന്നല്ലേ? അമ്പാടിക്കുട്ടൻ്റെ ചേച്ചിയെ തന്നെ കേട്ടോ. ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ആനയെ കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നേരം തൊട്ടേ ആന 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 ആനയെ കാണണം എന്നുള്ള ബഹളം തന്നെയായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടമുള്ള ജീവിയാണ് കേട്ടോ ആന. കാർട്ടൂൺ പോലും അവൻ ആനയുടെ അത് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. 5:30 എന്നുള്ളത് ഞാൻ അവനെ 5 മണിക്ക് റെഡിയാക്കി നിർത്തി കേട്ടോ. നീന്താൻ പോയ ചേച്ചി ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഗേറ്റിൻ്റെ അവിടെ തന്നെ അമ്പാടിക്കൂടെ നിൽപ്പുണ്ട്. അകത്ത് വിളിച്ചിട്ട് കയറുന്നേ ഉണ്ടായില്ല. അങ്ങനെ അതേ നോക്കി നിന്നപ്പോഴത്തേനും ദച്ചു ചേച്ചി ഇങ്ങെത്തി. 6 മണിയായി കേട്ടോ ദച്ചു ചേച്ചി എത്തിയപ്പോൾ. അപ്പോഴാണ് നമ്മുടെ അമ്പാടിക്കുട്ടന് സമാധാനമായത് കേട്ടോ. പിന്നെ ദച്ചൂസിനെയും റെഡിയാക്കി നേരെ നമ്മുടെ അടുത്തുള്ള പെരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണേ. പിന്നെ ഇന്ന് അവിടെ അമ്പലത്തിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് ജഗതി ശ്രീകുമാർ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോയി. അത് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി ഒന്ന് തൊഴുതു കേട്ടോ. ഉത്സവം വരുമ്പോൾ നമ്മുടെ അമ്പലങ്ങളൊക്കെ ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ? ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരം ഫീല്. അത് കഴിഞ്ഞ് അമ്പാടിക്കുട്ടനെ കൊണ്ട് നേരെ ആനയുടെ അടുത്തേക്ക്. അമ്പാടിക്കുട്ടൻ ആനയെ കണ്ടതും എനിക്കറിയത്തില്ല എന്ത് സന്തോഷമായോ. കണ്ടിട്ടും അവന് മതിയായതേയില്ല. ഒരു വിധത്തിൽ കള്ളം പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ അത് പൊക്കിക്കൊണ്ട് തിരിച്ചു വന്നത് കേട്ടോ. ഇനി അടുത്ത് നേരെ ജഗതി ശ്രീകുമാർ സാറിനെ കാണാനുള്ള പോക്കായിരുന്നേ. ഇതിന് നമ്മൾ നിന്ന സൈഡിൽ കൂടി തന്നെയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റി. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു അനിയൻകുട്ടൻ, അവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കേട്ടോ. എന്നെ കണ്ടതും കൈയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ശരിക്കും വിഷമമായി. എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു അല്ലേ? എന്തുമാത്രം സിനിമയിൽ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ച് രസിപ്പിച്ചതല്ലേ? അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രം. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജഗദീഷും പ്രിയങ്ക നായരും പിന്നെ നമ്മുടെ ഇപ്പം ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ സച്ചിയും ഡോക്ടർ ഷാജുവും ഒക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് സമയം അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത്.